നിലമ്പൂരിലെ ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. തുടക്കത്തിൽ PV അൻവർ പോലും ഷൗക്കത്തിനെ വെല്ലുവിളിച്ചതാണ്. ഷൗക്കത്ത് നിന്നു കഴിഞ്ഞാൽ പരാജയമായിരിക്കുമെന്ന്. പക്ഷേ UDF രണ്ടും കൽപ്പിച്ചു. PV അൻവറിനെ UDFിലേക്ക് പ്രവേശിപ്പിച്ചില്ല, ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയുമാക്കി. അത് UDFിൻ്റെ ഒരു ധീരമായ നിലപാട് തന്നെയാണ്. ആ ധീരമായ നിലപാടിൽ നിന്നുകൊണ്ട് UDF ഒറ്റക്കെട്ടായി മണ്ഡലത്തിൽ പ്രവർത്തനം നടത്തി. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് എത്ര പ്രശംസിച്ചാലും മതിയാകത്തില്ല. കാരണം ലീഗ് അവിടെ നിശബ്ദമായിട്ട് അഹോരാത്രം പണി ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, അവർക്ക് 2026 അധികാരത്തിൽ വരണമെന്നുണ്ട്. കഴിഞ്ഞ ഒരു 9 വർഷത്തിന് മുകളിലായി. 2026 ആകുമ്പോഴേക്കും 10 വർഷമാകും അധികാരത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനി അത് മുമ്പോട്ട് പോകാൻ കഴിയില്ല, സാധ്യമല്ല എന്ന് ലീഗ് തന്നെ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അധ്വാനമുണ്ടെങ്കിൽ നേടിയെടുക്കാമെന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് ലീഗിൻ്റെ പോക്ക്. ലീഗ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരക്കാര്യത്തിലൊക്കെ ഒരു ഒരുമയുള്ളവരാണ്. ഒരുപക്ഷെ ഈ പലരും പറയും മുസ്ലിം ലീഗിനകത്ത് വിഭാഗീയതയുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അത് അവിടെ ഇവിടെയായിട്ട് കാണും. മറ്റൊരു പാർട്ടിയിൽ ഉള്ള തരത്തിൽ വിഭാഗീയതയൊന്നും മുസ്ലിം ലീഗിനകത്തുണ്ടാകത്തില്ല. കോൺഗ്രസിനകത്ത് നമുക്കറിയാം എല്ലാ തരത്തിലുള്ള ഗ്രൂപ്പ് പോരുമുണ്ട്. CPM-നകത്തുമുണ്ട് വിഭാഗീയത. പിന്നെ പിണറായി വിജയൻ ഈ സമീപകാലത്തായിട്ട് എല്ലാത്തിനെയും അടക്കി ഒതുക്കി ഇരുത്തി എന്തെങ്കിലുമൊക്കെ അധികാരത്തിൻ്റെ കഷ്ണങ്ങളും ഒക്കെ കൊടുത്ത് തൻ്റെ വശത്താക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ വേറെ ഒരു പുതിയ പോർമുഖം അവിടെ തുറന്നു വരുന്നുമുണ്ട്. പിണറായി വിജയനും റിയാസിനും എതിരെയുള്ള ഒരു മുഖമാണ് അവിടെ തുറന്നു വരുന്നത്. അതെന്തായാലും അത് കത്തിക്കയറുകയും ചെയ്യും. പക്ഷേ ഇത്തരത്തിലുള്ള വിഭാഗീയതയോ കാര്യങ്ങളോ ഒന്നും തന്നെ ലീഗിനകത്തില്ല. ലീഗിൽ KM ഷാജിയും മുനീറും ഒക്കെ ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടെന്നേ ഉള്ളൂ. ഒരുപക്ഷെ ലീഗ് LDFിലേക്ക് ചേക്കേറുമെന്നൊക്കെ പറയുമ്പോൾ മുനീറും ഷാജിയും ഒക്കെ ഉള്ളവർ അതിന് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് അവരുടെ നിലപാടാണ്. പക്ഷേ ഇവിടെ അവരുടെ പ്രവർത്തനത്തിൽ അവർക്കെപ്പോഴും ഏത് മുന്നണിയിൽ നിന്നാലും അവർക്ക് കൊടുക്കുന്ന സീറ്റുകൾ അവർ വിജയിച്ച് അവർ ഉറപ്പാക്കുമെന്നുള്ളതാണ്. കുഞ്ഞാലിക്കുട്ടി നയിച്ചാലും ആര് നയിച്ചാലും ശരി തന്നെ, സാദിഖ് അലി നയിച്ചാലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരുമയാണ്. അവരുടെ മണ്ഡലത്തിലെ ആവശ്യങ്ങൾ അവർ പരിഹരിക്കും, നിലനിർത്തും. ഇതൊക്കെ അവർക്ക് മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിന് ശക്തി കൂട്ടി എന്നുള്ളതാണ്. ഇവിടെ നിലമ്പൂരിൽ ഒരു വിജയം ഉണ്ടാകുന്നുവെങ്കിൽ UDFന് ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പല കോണുകളിൽ നിന്നും അഭിപ്രായപ്പെടുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് ആദ്യം നമ്മൾക്ക് കൊടുക്കേണ്ടത് ലീഗിന് തന്നെയാണ്. പിന്നെ അതിനകത്ത് ഒരു വലിയ മൈലേജ് കിട്ടാൻ പോകുന്നത് VD സതീശനുമാണ്. VD സതീശൻ അതിനകത്ത് ചില കൃത്യമായ നിലപാടെടുക്കുകയും അത്തരത്തിൽ മുമ്പോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ VD സതീശന് UDFിനകത്തും ഒരു മൈലേജ് ലഭിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മുഴുവൻ ഒരു ക്രെഡിറ്റ് എടുക്കാൻ കഴിയുന്നത് ലീഗിനുമാണ്. ലീഗ് ഇത്തരത്തിലുള്ള ഒരു അധ്വാനത്തിലൂടെയാണ് CPM-ന് തിരിച്ചൊരു മറുപടി കൊടുക്കുന്നത്. കേരളം മുഴുവൻ അറിയിക്കണം ഇങ്ങനെ ഇത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത്. ആ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ ഒരുപക്ഷെ 2026 കോൺഗ്രസിനൊരു വലിയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതാണ് അവരുടെ മുന്നേറ്റത്തിൻ്റെ പിന്നിലുള്ള ഒരു കാരണം. അവരെങ്ങനെ അധ്വാനിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണവും അതുതന്നെയാണ്. ഇവിടെ BJP എത്ര വോട്ട് പിടിക്കും എന്നുള്ളതൊരു ചോദ്യമാണ്. അൻവർ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതും ചോദ്യമാണ്. അവിടെ ഇപ്പോൾ വന്ന് ചതുഷ്കോണ മത്സരത്തിൻ്റെ ഒരു പ്രതീതി അവസാന ഘട്ടത്തിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. തുടക്കം പലരും പറഞ്ഞു അൻവർ ഒന്നും നേടാൻ പോകുന്നില്ല, അൻവർ കൂടി വന്നാൽ 2000 വോട്ട് 3000 വോട്ട് എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ അൻവർ തന്നെ പറയുന്നുണ്ട് 15,000-നും 25,000-നും ഇടയിൽ വോട്ട് പിടിക്കുമെന്നുള്ളത്. 2016 മുതൽ അവിടെ MLA ആയിരിക്കുന്ന ആളാണ് അൻവർ.
അൻവർ അവിടെ MLA ആയിരിക്കുന്ന സമയത്ത് അൻവറിൽ നിന്ന് പല കാര്യങ്ങളും നേട്ടങ്ങളും അവിടെ മറ്റു പാർട്ടികളിലുള്ളവരും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അൻവറിനൊരു വ്യക്തിബന്ധം അവിടെ വളരെ വലുതാണ്. അൻവർ ഈ ഒരു കച്ചവടക്കാരനാണല്ലോ, ഒരു വ്യവസായിയാണ്. അപ്പൊ അത്തരത്തില് അദ്ദേഹത്തിന് കുറെ വോട്ട് സമാഹരിക്കാൻ കഴിയും. ഈ ചുങ്കത്തറ വഴിക്കടവ് ഭാഗത്ത് അൻവറിന് വലിയ ഒരു ഒരു പിൻബലമുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഭാഗത്തുള്ള വോട്ടിൽ നിർണായകമായി മാറും. ഈ രണ്ട് കാര്യങ്ങൾ LDFനും UDFനും കൂടുതൽ അങ്കലാപ്പുണ്ടാക്കുന്നുണ്ട്. അത് ഇരു മുന്നണികൾക്കും അങ്കലാപ്പുണ്ടാക്കുന്നു എങ്കിലും അത് LDFനാണ് ഇതിന്റെ കൂടുതൽ പരിക്കേൽക്കാൻ പോകുന്നത്. കാരണം അൻവർ നേടിക്കൊണ്ടിരുന്ന വോട്ട്, ഈ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് ഒരു മുസ്ലിം വിഭാഗത്തിന് മെജോറിറ്റി ഉള്ള മണ്ഡലം അല്ല. ഹൈന്ദവരുമുണ്ട്, ക്രൈസ്തവർ ഒരു 12-15% വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ മണ്ഡലത്തില് ഏറെക്കാലമായിട്ട് കോൺഗ്രസിന്റെ കയ്യിൽ തന്നെ ആയിരുന്നു. ഇടയ്ക്ക് 1-2 തവണ മാത്രമാണ് CPMലേക്ക് പോയിട്ടുള്ളത്. കോൺഗ്രസിന്റെ മണ്ഡലം കുത്തകയാക്കി നിർത്തിയിട്ടുള്ള മണ്ഡലമാണ് ആര്യാടൻ മുഹമ്മദിലൂടെ. ലീഗും ആര്യാടനും തമ്മിൽ എപ്പോഴും ശത്രുതയിൽ തന്നെ ആയിരുന്നല്ലോ. 2016 CPM സ്വതന്ത്രനെയാണ് മത്സരിപ്പിച്ച് നിർത്തിയത്, പാർട്ടി ചിഹ്നമല്ല. ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിലാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി സ്വരാജ് നിൽക്കുന്നത്. അപ്പൊ 2016-ലും 2021-ലും PV അൻവറിനുണ്ടായ വിജയത്തിന് പിന്നിൽ PV അൻവറിൻ്റെതായ വ്യക്തിപരമായ വോട്ട് കൂടി ഉണ്ട്. ഈ വ്യക്തിപരമായ വോട്ട് അൻവർ നിലനിർത്തും ഈ ഉപതെരഞ്ഞെടുപ്പിലും. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിലനിർത്തുമ്പോൾ അതിന്റെ ദോഷം ഭവിക്കുന്നത് സ്വരാജിനായിരിക്കും. സ്വരാജ് ഈ നാട്ടുകാരൻ തന്നെയാണ്, നിലമ്പൂരുകാരൻ തന്നെയാണ്. പക്ഷേ PV അൻവർ അവിടെയുള്ള ആളാണെങ്കിൽ പോലും എപ്പോഴും അവിടെ നിൽക്കുന്ന ഒരാളാണ്, സജീവ സാന്നിധ്യമുണ്ട്. MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിലൂടെ പല ഗുണങ്ങളും പലർക്കും ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അൻവർ വ്യക്തിപരമായിട്ടുണ്ടാക്കിയ വോട്ടും പിന്നെ ഈ ഭരണവിരുദ്ധ വികാരം വോട്ട് അൻവറിലേക്കും പോകും, UDFിലേക്കും പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊക്കെ LDFനുണ്ടാക്കുന്ന വലിയ വലിയ പരിക്കുകൾ തന്നെയാണ്. BJP അവിടെ നേടുന്ന വോട്ട്, BJP ഒരു 8600 വോട്ടാണ് കഴിഞ്ഞ തവണ 2021 ഉണ്ടായിരുന്നത്. ഇത്തവണ ഏറിയാൽ ഒരു 12000 വോട്ട്. അതിനു മുകളിൽ ഒരിക്കലും പോകാൻ സാധ്യത കാണുന്നില്ല. കാരണം BJPക്കാർ വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു മണ്ഡലമല്ല, കാരണം അതിനുള്ള സാധ്യത അവിടെ ഇല്ല. പിന്നെ വോട്ട് വിഹിത വർധനവ് ഉണ്ടാക്കണം. കാരണം കേരളത്തിൽ BJP ഒരു മുന്നേറ്റം കുറിക്കുന്നുണ്ട് എന്ന് കേരള ജനതയെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്തെങ്കിൽ മാത്രമേ ഇപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് BJPയുടെ വോട്ടും നിർണായകമാണ്. ഈ ഘടകങ്ങളെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPMന് അവിടെ നിലമ്പൂരിൽ അടിയറവ് പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഷൗക്കത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളുമാണ് അവിടെ ഇപ്പോൾ നിൽക്കുന്നത്.